എൻ്റെ വാപ്പിച്ച് മീൻ കച്ചവടക്കാരനായിരുന്നു കേട്ടോ. നടന്നാണ് വാപ്പിച്ച് മീൻ വിറ്റെന്ന് വെച്ചിട്ട്. അതുകൊണ്ടിട്ട് തന്നെ മിക്കപ്പോഴും മീൻ ബാക്കിയവരോടോ. അപ്പം എന്ത് ചെയ്യാന്ന് പറയാം, വീട്ടിൽ കൊണ്ടുവന്ന ഉമ്മ അത് കീറി ഉപ്പൊക്കെ തേച്ച് ഉണക്കാൻ വെക്കും പിറ്റേ ദിവസം. എന്നിട്ട് അത് ഞങ്ങൾ ഉണക്കമീനായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കലാണ് പതിവ്. പിന്നെ കുറച്ച് മീനെടുത്ത് കറി വെക്കാനും വറുക്കാനൊക്കെ ഇടും. പിന്നെ ഓർക്കും നാളത്തേക്ക് ഇനി മീൻ കിട്ടിയില്ലെങ്കിലാന്ന് ഓർത്തിട്ട് ഉമ്മ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, കുറച്ച് മീൻ അതിൽ നിന്ന് എടുത്തിട്ട് വറ്റിച്ചിടും. കാരണം എന്താണ്, ഇന്നത്തെ പോലെ അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനായിട്ട്. അപ്പം എൻ്റെ ഉമ്മ തലേ ദിവസം വറ്റിച്ചിട്ടിട്ട് പിറ്റേ ദിവസം കറി വെക്കണ രീതിയാണ് നമ്മളിപ്പോൾ ഈ മീൻ കറിയിൽ കാണിക്കാൻ പോണത്. അപ്പം ഇന്ന് നമ്മൾ തലക്കറിയാണ് വെക്കണേ കേട്ടോ. തല കഴുകി വൃത്തിയാക്കിയതിലേക്ക് പച്ചമുളകും വെള്ളവും ഉപ്പും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി കൂട്ടിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഉമ്മ വെക്കണ തലേ ദിവസമാണ് ഇതേപോലെ പറ്റിച്ചിടണം. പിറ്റേ ദിവസം കറി വെക്കുമ്പോൾ അതാ ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ടാണ് അതിലേക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടപ്പിലേക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവയും എന്നിട്ട് ചതച്ച് വെച്ചേക്കണ ഈ സാമഗ്രികളില്ലേ അതെല്ലാം കൂടി ഇട്ട് വഴറ്റി കൊടുത്ത് ഇനി ഉള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് പരിഭവം ആയപ്പോഴേക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്ത്. തക്കാളി ഒന്നും അന്ന് എൻ്റെ ഉമ്മ ഇട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഇന്ന് ഞാനൊന്ന് പുരോഗമിപ്പിച്ചതേക്കണേ ഈ ഒരു കറി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. കാരണം എന്താണെന്ന് പറയുക, എനിക്ക് എപ്പോഴും ഞാൻ തക്കാളി ഇട്ടിട്ടാണ് ഇപ്പോൾ കറി വെക്കണം. തക്കാളി ഇട്ടില്ലെങ്കിൽ എനിക്കൊരു ടേസ്റ്റ് പോലെ തോന്നിക്കൂല, അതുകൊണ്ടിട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് മല്ലിപ്പൊടിയാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കണത്. അതേപോലെ തന്നെ മുളക് പൊടിയും 3 ടേബിൾ സ്പൂണ്, പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തക്കാളി ഇല്ലാത്ത ഏത് കറിയാണ് ഉള്ളത്, എല്ലാത്തിലും കൂടെ തക്കാളി വാരിയിടും. അതൊക്കെ കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഇനി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇച്ചിരി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ചൂടുവെള്ളം ഒഴിക്കണ വീഡിയോ ഒക്കെ എൻ്റെ നിന്ന് പോയി. ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു പരുവമാകണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണോ, എന്നാലേ ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഉണ്ടാക്കി വെച്ചേക്കണ മീനിൻ്റെ തലകില്ലേ അതിലേക്ക് ഈ മസാലയൊക്കെ കൂടി അങ്ങനെ തട്ടിക്കൊടുക്കണം. അതില്ലേ ചാള മീൻ ഒഴിച്ചിട്ടേ വേറെ ഏത് മീനും ഇതേപോലെ കറി വെക്കാം കേട്ടോ. ഇപ്പം നാളത്തേക്കാണ് മീൻ കറിയെങ്കിൽ ഇന്ന് മീൻ മേടിച്ചിട്ട് ഇതേപോലെ വറ്റിച്ചിട്ടിട്ട് നാളെ മസാല ചേർത്താൽ മതിയാവും. അപ്പം നന്നായിട്ട് പുളിയും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കറി കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മീൻകറിയുടെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അതിലുണ്ടാക്കാൻ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.